ഹായ് നമസ്കാരം. അപ്പം നമുക്കിന്ന് ഒരു ചെറിയ കരിമീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 1 കിലോളം കരിമീനാണ് കിട്ടിയത് കേട്ടോ. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു മീൻ കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം എനിക്ക് ഏകദേശം നന്നായിട്ട് തന്നെ ഇതിൻ്റെ തോലൊക്കെ ചെത്താൻ അറിയാം കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെത്തി റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുരാങ്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചെറിയ വശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്നൊരു 4 കരിമീൻ ഞാനെടുത്ത് കറി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഫിഷ് മോളി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ആ 4 കരിമീനൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-15 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പം ഞാൻ കോട്ടയം സ്റ്റൈലിലാണ് കേട്ടോ ഈ ഒരു മീൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 2.5 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു 3 കഷ്ണം പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാടൊന്നും എടുക്കാത്ത കേട്ടോ. കുറച്ച് ചെറിയ 2-3 കഷ്ണം മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് കടുക്, പിന്നെ ഇച്ചിരി ഉലുവ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉലുവ അങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് കൊടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട്. അപ്പോൾ വാടി വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി അവിടെ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. അതിൻ്റെ കൂടെ ഒരു ശക്കലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് നന്നായി ഇരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേട്ടോ. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമുക്ക് ആ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ആ ചെറിയ ഉള്ളിയിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ഉള്ളിയുടെ കൂടെയൊക്കെ ഒന്ന് വഴറ്റണം. എന്താണെന്ന് വെച്ചാൽ എല്ലാ പൊടിയുടെയും ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നമുക്ക് കിട്ടേണ്ടത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ ഒന്ന് നമുക്ക് കുറച്ച് വെക്കാം കേട്ടോ പൊടികളിടുന്ന സമയത്ത്. പിന്നെ നമുക്ക് നമ്മുടെ ആ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ അതും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളിയും ആ പുളിവെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാതെ. ആ മുളക് പൊടിയും ആ മഞ്ഞൾപ്പൊടിയും ആ പുളിയും എല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കിടന്ന് അത് വേകണം നന്നായിട്ട്. അപ്പോൾ ഒന്ന് വറ്റി വന്നോട്ടെ. അപ്പോൾ അത് ആ ഒരു കൂട്ടൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടേക്ക് നമുക്ക് തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മീനിട്ട് കൊടുക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണേ.
അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, തിളച്ച്. അപ്പോൾ നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ മീനൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ആ സമയത്തൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കൂടെയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് വേവട്ടെ. കരിവേപ്പിലയുടെ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര നല്ല രുചിയാണ് കേട്ടോ മീൻ കറിക്ക്. അപ്പോൾ നമുക്ക് ഒരു മൂട കൊണ്ട് അതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയാവും. ഓക്കെ. അപ്പോഴത്തെ ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ആ കറി ഇട്ടും തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. മസാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നമുക്ക് മീൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഇളക്കമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്കത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഈ കറി ഇട്ടൊന്ന് മൂടി വെച്ച് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മീൻകറി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.